ലോകരാഷ്ട്രീയത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങളാണ് പശ്ചിമേഷ്യയിൽ ഇപ്പോൾ നടക്കുന്നത്. യുദ്ധവും വിവരയുദ്ധവും സൈബർ പ്രചരണങ്ങളും ഒരുപോലെ ശക്തമാകുന്ന സാഹചര്യത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ചുറ്റിപ്പറ്റിയുള്ള അഭ്യൂഹങ്ങൾ ആഗോള ശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലായി സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചത് നെതന്യാഹു കൊല്ലപ്പെട്ടു എന്നതാണ്. ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ അദ്ദേഹം മരിച്ചതായി ചിലർ പ്രചരിപ്പിച്ചു. ഇതിന് ആധാരമായി ഉപയോഗിച്ചത് ഒരു വീഡിയോ. അതിൽ നെതന്യാഹുവിന് 6 വിരലുകൾ ഉണ്ടെന്നായിരുന്നു ചിലരുടെ ആരോപണം. ഇതോടെ വീഡിയോ AI ഉപയോഗിച്ച് സൃഷ്ടിച്ചതാണെന്നും യഥാർത്ഥ നെതന്യാഹു ഇതിനകം കൊല്ലപ്പെട്ടുവെന്നും വ്യാജ വാർത്തകൾ ശക്തമായി പ്രചരിച്ചു. എന്നാൽ ഈ അഭ്യൂഹങ്ങളെ തള്ളി നെതന്യാഹു തന്നെ രംഗത്തെത്തി. അമേരിക്കൻ അംബാസഡർ മൈക്ക് ഹക്കബിയോടൊപ്പമുള്ള പുറത്തുവിട്ട പുതിയ വീഡിയോയിൽ അദ്ദേഹം തുറന്നു പറഞ്ഞു, "Yes, I am alive." അഥവാ ഞാൻ ജീവനോടെ തന്നെ. അതുമാത്രമല്ല, ഞങ്ങൾ കൈകൊടുക്കുന്നത് 5 വിരലുകളോടെയാണ് എന്ന് പറഞ്ഞ് AI ആരോപണങ്ങളെയും അദ്ദേഹം പരിഹസിച്ചു. ഈ വീഡിയോയിൽ ഹക്കബി പറഞ്ഞത് ശ്രദ്ധേയമാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് നെതന്യാഹുവിന്റെ ആരോഗ്യസ്ഥിതി പരിശോധിക്കാൻ തന്നെ അയച്ചതെന്ന് അദ്ദേഹം തമാശയായി പറയുന്നുണ്ട്. ഇത് വെറും തമാശയല്ല. ഇസ്രായേൽ അമേരിക്ക ബന്ധത്തിന്റെ തീവ്രതയും ഇതിലൂടെ ഒന്നുകൂടി വ്യക്തമാകുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഇന്നത്തെ യുദ്ധം വെറും ബോംബുകളും മിസൈലുകളും മാത്രമല്ല, വിവരങ്ങളുടെയും യുദ്ധമാണ് എന്ന ഒരു വലിയ സത്യത്തെ ഈ സംഭവ വികാസങ്ങൾ തുറന്നു കാണിക്കുന്നു. AI ഉപയോഗിച്ച് വ്യാജ വീഡിയോകൾ സൃഷ്ടിക്കുകയും നേതാക്കളുടെ മരണ വാർത്തകൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് ഇപ്പോൾ ഒരു തന്ത്രമായി മാറിയിരിക്കുന്നു. 2026 ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ ഇരു വിഭാഗവും പ്രചരണ യുദ്ധം ശക്തമാക്കിയതായി റിപ്പോർട്ടുകൾ പറയുന്നു. ഇത്തരം അഭ്യൂഹങ്ങൾ സാധാരണക്കാരിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുകയും അന്താരാഷ്ട്ര സമൂഹത്തിൽ ആശങ്ക വർദ്ധിപ്പിക്കുകയും ചെയ്തു. അഭ്യൂഹങ്ങൾക്ക് പിന്നിൽ യഥാർത്ഥത്തിൽ നടക്കുന്നത് യുദ്ധമാണ്. ഫെബ്രുവരി 28-ന് ആരംഭിച്ച ഇസ്രായേൽ അമേരിക്ക സംയുക്ത ആക്രമണങ്ങൾ പശ്ചിമേഷ്യയെ യുദ്ധഭൂമിയാക്കി മാറ്റിക്കഴിഞ്ഞു. ഇറാന്റെ സുപ്രീം ലീഡർ അലി ഖമേനിയെ ലക്ഷ്യമിട്ട വ്യോമാക്രമണം യുദ്ധത്തിന്റെ വഴിത്തിരിവായി. ഈ ആക്രമണത്തിൽ ഖമേനി കൊല്ലപ്പെട്ടതോടെ ഇറാനിൽ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾ സംഭവിച്ചു. അതിനു പിന്നാലെ ഇറാൻ തിരിച്ചടിച്ചു. ടെൽ-അവീവിലേക്ക് മിസൈൽ ആക്രമണം, ഗൾഫ് രാജ്യങ്ങളിലെ US താൽപര്യങ്ങൾക്കെതിരായ ഡ്രോൺ ആക്രമണം, യുദ്ധം വ്യാപകമാവുകയാണ്. ഇസ്രായേൽ ലെബനനിലും സൈനിക നടപടികൾ ആരംഭിച്ചു. ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ പ്രദേശത്തെ സംഘർഷം കൂടുതൽ രൂക്ഷമാക്കി. ഈ യുദ്ധത്തിൽ അമേരിക്കയുടെ പങ്ക് നിർണായകമാണ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെ കടുത്ത നിലപാട് സ്വീകരിച്ചു. റിപ്പോർട്ടുകൾ പ്രകാരം ഇറാന്റെ ആണവ പദ്ധതികൾ പൂർണ്ണമായി അവസാനിപ്പിക്കാതെ യാതൊരു ധാരണയ്ക്കും തയ്യാറല്ല എന്നാണ് ട്രംപിന്റെ നിലപാട്. അമേരിക്കൻ സൈന്യം ഹോർമൂസ് കടലിടുക്കിന് സമീപമുള്ള ഇറാൻ മിസൈൽ കേന്ദ്രങ്ങൾ നേരിട്ട് ആക്രമിച്ചതും യുദ്ധത്തിന്റെ ഗൗരവം ഉയർത്തിയിരിക്കുകയാണ്. ഇത് വെറും ഇസ്രായേൽ ഇറാൻ സംഘർഷം മാത്രമല്ല, ആഗോള ശക്തികളുടെ ഏറ്റുമുട്ടലായി മാറുന്ന സാഹചര്യമാണിത് സൃഷ്ടിച്ചിരിക്കുന്നത്. അഭ്യൂഹങ്ങൾക്കിടയിലും നെതന്യാഹു തന്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇസ്രായേൽ ഇറാനെ വളരെ ശക്തമായി ആക്രമിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇറാനിലെ ഉയർന്ന തലത്തിലുള്ള നേതാക്കളെ ലക്ഷ്യമിട്ട് ആക്രമണങ്ങൾ തുടരുകയാണെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. ഇത് യുദ്ധം അവസാനിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ വ്യാപിക്കാനുള്ള സാധ്യതയാണ് സൂചിപ്പിക്കുന്നത് എന്നത് വ്യക്തമാണ്. സോഷ്യൽ മീഡിയയിൽ ഉയർന്ന പ്രധാന ചോദ്യം ഇതാണ്: നെതന്യാഹു യഥാർത്ഥത്തിൽ കൊല്ലപ്പെട്ടിരിക്കാമോ? ഇതിനുള്ള ഉത്തരം ഔദ്യോഗികമായി അദ്ദേഹം ജീവനോടെ തന്നെ ഉണ്ട് എന്നതാണ്. നിരവധി വീഡിയോ ദൃശ്യങ്ങളും ഔദ്യോഗിക സ്ഥിരീകരണങ്ങളും ഇതിനുണ്ട്. എങ്കിലും ഈ അഭ്യൂഹങ്ങൾ പൂർണ്ണമായും അപ്രസക്തവുമല്ല. കാരണം യുദ്ധകാലത്ത് നേതാക്കളെ ലക്ഷ്യമാക്കുന്നത് സാധാരണയാണ്. ഇറാൻ നെതന്യാഹുവിനെ കൊല്ലുമെന്ന കാര്യത്തിൽ തുറന്ന ഭീഷണിയും നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരം അഭ്യൂഹങ്ങൾ ഭാവിയിലുള്ള യഥാർത്ഥ അപകട സാധ്യതകളെയും സൂചിപ്പിക്കും. നെതന്യാഹുവിനെ കുറിച്ചുള്ള മരണവാർത്ത വ്യാജമാണെങ്കിലും അത് ലോകത്തിന് ഒരു മുന്നറിയിപ്പാണ്. AI-യും വ്യാജ വാർത്തകളും ലോക രാഷ്ട്രീയത്തെ സ്വാധീനിക്കുന്ന കാലഘട്ടം എത്തിയിരിക്കുന്നു എന്ന മുന്നറിയിപ്പ്. അത്തരത്തിലൊരു വീഡിയോയ്ക്ക് പോലും യുദ്ധത്തിന്റെ ദിശ മാറ്റാൻ കഴിയും. ഇപ്പോൾ ചോദ്യം ഒന്നാണ്: യുദ്ധം എവിടെ അവസാനിക്കും? അല്ലെങ്കിൽ ഇതൊരു ആഗോള സംഘർഷത്തിന്റെ തുടക്കമാണോ എന്നുള്ളത്.